ഹലോ എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച, ഒരു നല്ല വീക്കെൻഡ് ആശംസിക്കുകയാണ്. നമ്മൾ പെന്തക്കോസ്റ്റിക്ക് ശേഷം പത്രോസ് അപ്പോസ്തലനും യോഹന്നാനും കൂടി ചെയ്ത ഒരു മിറാക്കിളിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടല്ലോ. എന്നാൽ അതിന് ശേഷം ഉണ്ടായ ഡെവലപ്മെൻറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നിട്ട് നമ്മുടെ ക്രിസ്തുവിനെ കുറിച്ച് ലോകത്തോട് സാക്ഷിക്കുവാനാണ് നമ്മളോട് പറയുന്നത്. അവൻ്റെ ശക്തിയെക്കുറിച്ചും അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും അവൻ്റെ മഹിമയെക്കുറിച്ചൊക്കെയും നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ഈ ലോകത്തിലുള്ള ജനങ്ങളോട് അറിയിക്കണം. അതാണ് നമ്മളുടെ പത്രോസ്ലീഹ ചെയ്തത്. അദ്ദേഹത്തോട് കൂടെയുള്ള എല്ലാ അപ്പോസ്തലന്മാരും അവരുടെ ജീവിതകാലമൊക്കെയും അതേ പ്രവൃത്തി തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സാധാരണ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ അവരുടെ പ്രവർത്തനവും അവരുടെ ജീവിതവും സമർപ്പിച്ചു എന്ന് നമുക്കറിയാമല്ലോ. ഇന്ന് ഞാൻ വചനത്തിൽ നിന്നൊരു ഭാഗം വായിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുകയാണ്. അതായത് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളാണ്. അതായത് ആ മുടന്തനായ മനുഷ്യന്, അതായത് സുന്ദരം എന്ന ഗോപുരത്തിലിരുന്ന ഭിക്ഷക്കാരന് സൗഖ്യം വന്നതിന് ശേഷം ഉണ്ടായ ഡെവലപ്മെൻറ്റ്സിൻ്റെ ഒരു ബാക്കി ഭാഗമായിട്ടാണ് ഇത് നമ്മൾ വായിക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവിടെ കൂടി വന്ന സകല ജനത്തോടും യേശുവിനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ജനത്തോട് സംസാരിച്ച് വരുമ്പോൾ പുരോഹിതന്മാരുണ്ടായിരുന്നു, ദേവാലയത്തിലെ പടനായകരുണ്ടായിരുന്നു, സദോക്യരുണ്ടായിരുന്നു, അതുപോലെ തന്നെ അനേകർ. കർത്താവിൽ വിശ്വസിക്കുന്നവർ തീരെ കുറവായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ വലിയൊരു ജനസമൂഹം ദൈവത്തെ വിശ്വസിക്കാത്തവരായിരുന്നു. എന്നാൽ 2 പ്രസംഗത്തിൽ കൂടെ ഈ പുരുഷാരത്തിൻ്റെ എണ്ണം, വിശ്വസിച്ചവരുടെ എണ്ണം 5000-ഓളം ആയി എന്ന് നമ്മൾ കാണുന്നു. അതിനുശേഷം പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. 8-9 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്. 9-10 ബാക്കി. ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരും ആയുള്ളവരെ, ഈ ബലഹീന മനുഷ്യന് ഉണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു എങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവനുമായ നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി എന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രയേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവീനെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ധൈര്യത്തിന് നമ്മൾ പ്രത്യേകം ഒരു വലിയ ബിഗ് സല്യൂട്ട് അടിക്കേണ്ട കാര്യമാണ്. കാരണം പറഞ്ഞാൽ പടനായകന്മാരുണ്ട്, എല്ലാ പുരോഹിത വർഗത്തിൻ്റെ വലിയ ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ എന്നാലും വളരെ ശക്തിയോടുകൂടി പറയുകയാണ്, ഈ സാധാരണ മനുഷ്യന് വന്ന ഈ ഒരു നന്മ നിമിത്തം നിങ്ങൾ ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ക്രൂശിച്ചതിന് എന്ന് നേരെ മുഖത്ത് നോക്കി പറയുകയാണ്. നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുവെന്ന് നിങ്ങളെല്ലാവരും ഇസ്രയേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവീനെന്ന്. ഇത്തരം ധൈര്യത്തോടെ ഇന്ന് മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ള എത്ര പേരുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എത്ര വലിയ സുവിശേഷ പ്രസംഗകനും സാഹചര്യങ്ങളെ നോക്കിയാണ് സാധാരണ പ്രസംഗിക്കാറുള്ളത്. എന്നാൽ നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടുവാനായിട്ട് പത്രോസ് അന്ന് കാണിച്ച ധൈര്യമാണ് ഇന്നും നമ്മൾ ക്രിസ്തുവിലായിരിക്കുന്നതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയാം. അതായത് ആദ്യം 3000 പേര് ചേർന്ന്, പിന്നെ 5000-ആയി, 7000-ആയി, അങ്ങനെ അത് വളർന്ന് അവസാനം ലോകമെമ്പാടും ഉള്ള ഒരു വിശ്വാസമായി മാറിയെന്ന് നമുക്കറിയാം. ആ ക്രിസ്തീയ സമൂഹത്തിൽ നമ്മൾ ജീവിച്ച് നമ്മൾ മരിച്ചവനായ കർത്താവിനെ ഉയർത്തെഴുന്നേറ്റവനായിട്ടാണ് വിശ്വസിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനാണ്, ഇന്നും അവന് പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ്. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മളുടെ പ്രശ്നങ്ങളെ കഴിഞ്ഞൊക്കെ വളരെ വലിയവനാണ് നമ്മുടെ കർത്താവ്. അത് ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. നമ്മൾ ആത്മാവിൽ നിറഞ്ഞവരായി നമ്മളുടെ പ്രാർത്ഥനയും സങ്കീർത്തനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പാട്ടുകളും നമ്മളുടെ വിശ്വാസം തന്നെയും അത് പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസമായിട്ട്
നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ അന്ന് ക്രിസ്തീയ സമൂഹത്തെ മറ്റുള്ള ജനങ്ങൾ കണ്ടിരുന്നത് ഇവർ എത്ര സമാധാനമുള്ള മനുഷ്യർ, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അവരൊരു മാതൃകയായിട്ടാണ് ജീവിച്ചത്. അതുപോലെ തന്നെ ഇന്ന് ഈ ലോകത്ത് ഇത്രയും പ്രശ്നങ്ങൾ, യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, അതുപോലെ തന്നെ എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ, കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ, ജനത്തിന് വന്നിട്ട് തീരാ രോഗങ്ങൾ, മാറാവ്യാധികൾ, ഇങ്ങനെ ഏറ്റവും സംഘർഷം നിറഞ്ഞതായ ഒരു അപകടങ്ങൾ, ആപത്തുകൾ, ഇതൊക്കെയൊക്കെ മധ്യത്തിൽ ജീവിക്കുന്ന ജനത്തിന് നമ്മൾക്ക് ഒരു നല്ല സന്ദേശം നൽകുവാനായിട്ട് സാധിക്കും. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. അത് പറയാനുള്ള ധൈര്യം നമുക്ക് ദൈവത്തോട് ചോദിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം, ആ ബലം പ്രാപിക്കാം. നമ്മളുടെ കർത്താവിനെ നമുക്ക് ഉയർത്തിക്കാട്ടാം, നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഉയർത്തി നിർത്താം. എന്നും എന്നാളും നമ്മോട് കൂടെ ഇരിക്കുന്ന കർത്താവിനെ സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ടും ഈ വീഡിയോ ചുരുക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയും ചെയ്യുന്നു. ബൈ ടു ഓൾ. ബൈ.